എൻ്റെ ചില പ്രഭാഷണങ്ങളിലൊക്കെ പങ്കുവച്ചൊരു കാര്യം എനിക്ക് ഇവിടെ അനുബന്ധമായി പറയണമെന്ന് തോന്നുകയാണ് കേട്ടോ. അതറിയോ, ഒരു മനുഷ്യൻ അദ്ദേഹം വല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ചില ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ മകൾക്കൊരു വിവാഹം വന്നു. വിവാഹ അന്വേഷണം വന്ന കുടുംബത്തെയോ അല്ലെങ്കിൽ ആ ഒരു ടീമിനെയോ ഒക്കെ പറഞ്ഞാലും ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് പരമാവധി അവ്യക്തമാക്കി പറയാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇദ്ദേഹത്തിന്റെ മോൾക്ക് നല്ലൊരു ബന്ധം വന്നു. ആ ബന്ധം നല്ല സാമ്പത്തിക ആസ്തിയുള്ള, അത്യാവശ്യം പേരും ചൂരും ഒക്കെ ഉള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടുകാരും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠാനിയന്മാരും ഒക്കെ അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ചു. അപ്പൊ മൂപ്പര് ഇജന്തൊരു മറുപടി കൊടുക്കാത്തത്. അപ്പൊ മൂപ്പര് എനിക്കറിയുന്ന ഒരാളാണ് അദ്ദേഹം രാവിലെ ഒരു 4 മണിക്കെങ്കിലും എഴുന്നേൽക്കും. എല്ലാ ദിവസവും 4 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കാറുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടാനുള്ള ചില കാരണങ്ങളുണ്ട്. കാരണമൊന്നും ഞാൻ പറയണില്ല. ശരി, അപ്പം അദ്ദേഹത്തിന് ആ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണോ വേണ്ടേ എന്ന് സംശയം. അപ്പൊ എന്നെ വിളിച്ചു. ഞാൻ ഇസ്തിഖാറത്ത് നിസ്കരിച്ചു. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, നമുക്കൊരു ദുനിയാവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നാൽ അപ്പൊ ചെയ്യാനുള്ളതാണ് ഇസ്തിഖാറത്ത്. ഞാൻ നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളിൽ കൺഫ്യൂഷൻ വന്നാൽ ചെയ്യാനുള്ളതല്ല. സ്വതക്ക കൊടുക്കണോ വേണ്ടേ എന്നുള്ളിൽ കൺഫ്യൂഷൻ വന്നാൽ ചെയ്യാനുള്ളതല്ല. കള്ളു കുടിക്കണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ കൺഫ്യൂഷൻ വന്നാൽ ചെയ്യാനുള്ളതല്ല. മറിച്ച് ഞാനിപ്പോ ഈ ജോലി ഒഴിവാക്കിയിട്ട് ഗൾഫിക്ക് പോകണോ, ഒരു സംശയം വന്നു വിചാരിക്കുക, ഞാൻ എൻ്റെ മോളെ കെട്ടിക്കണോ? അപ്പൊ അതിനാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. അതിനാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. 2 റകഅത്ത് നിസ്കരിക്കുക, എന്നിട്ട് അല്ലാഹുമ്മ അസ്തഗ്ഫിറുക എന്നിട്ട് ഒരു ദുആ ഉണ്ട്, ആ ദുആ ചൊല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വിഷയത്തിൽ നന്നായി ധാരണയുള്ള ഒരാളുമായിട്ട് ചർച്ച ചെയ്യുക. അതിലൂടെ കിട്ടുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തുക. അതിമ്മ ഹൈറായിരിക്കുക. പ്രത്യക്ഷത്തിൽ ദോഷം തോന്നിയാൽ അവസാനം ഹൈറായിരിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അസ്ല്. അദ്ദേഹം അങ്ങനെ വിളിച്ചതാണ്. ഞാൻ ഇസ്തിഖാറ നിസ്കരിച്ചിട്ട് വിളിക്കുകയാണ്. 3 വട്ടം നിസ്കരിച്ചാണ്. ആദ്യം നിസ്കരിച്ച ഒരു കാര്യത്തിൽ, പിന്നെ നിസ്കരിച്ച ഒരു കാര്യത്തിൽ, പിന്നെ 3 കാര്യം എനിക്ക് പറഞ്ഞു. അപ്പൊ വിശദമായി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയല്ലേ തോന്നിയാ, എനിക്കൊരു കാര്യം കൂടി ഉറപ്പാക്കാനുള്ളൂ. എൻ്റെ മോളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് അറിയില്ല. ഓളൊന്നും പറഞ്ഞിട്ടില്ല. ഓളത് ചർച്ച ചെയ്യുന്നിടത്ത് ഞാൻ പോകലാണ്. വീട്ടിൽ 2 ആളെയും ഉണ്ടാകത്തുള്ളൂ. ഒന്ന് ഞാനും ഓളുന്നോളൂ. നിങ്ങളൊന്ന് ഓളോടൊന്ന് ചോദിക്കണം. അപ്പം ഞാൻ ആ കുട്ടനെ വിളിച്ചു. എന്താ അവളെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ പറയണ്ടല്ലോ. അപ്പൊ ആ കുട്ടൻ്റെ മറുപടി എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായ മറുപടിയാണ്. എനിക്കിതൊരാളോട് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ പറയണേ, എൻ്റെ ഉപ്പാന്റെ അഭിപ്രായം എന്താണോ അതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കാരണം ഞാൻ പഠിക്കാൻ നീക്കുമ്പോഴൊക്കെ അപ്പുറത്തെ റൂമിൽ നിന്ന് ഉപ്പ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേരിങ്ങനെ ഉറക്കെ പറയണത് ഞാൻ കേൾക്കലുണ്ട്. എൻ്റെ ഉപ്പനോളം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഒരാളും ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അത് ആ കല്യാണം ഒഴിവായി അദ്ദേഹത്തിന്റെ ഭാര്യനെയൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഇനി കേൾക്കണം നിങ്ങൾ, ഈ വിവാഹം വന്ന പയ്യന് വേറൊരു കുട്ടിയായിട്ട് കല്യാണം കഴിഞ്ഞു. ഈ പറഞ്ഞ പ്രദേശത്തു നിന്ന് ഒരു 20-25 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കുട്ടിയായിട്ട് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആ കുട്ടിയും ആ കുടുംബവും പല കാരണങ്ങളാൽ നമ്മുടെ ഒരു വൃത്തങ്ങളോട് ചേർന്ന് നിൽക്കണതാണ്. അപ്പൊ ആ കുട്ടി നേരെ വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങി. 1 മാസം കറക്റ്റ് അല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മടങ്ങിയപ്പോ അങ്ങനെ ഒരു കോള് വന്നു. എനിക്കൊരു കോള് വന്നു, അങ്ങനെ എനിക്കൊരു വിഷയം പറയേണ്ട പറഞ്ഞിട്ട്. അപ്പൊ ചുരുക്കം എന്താ അറിയോ, ഞാൻ അങ്ങോട്ട് പോകണില്ല. അയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അയാളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പൊ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, അയാൾ എത്രയോ കാലമായി ഇത് നിർത്താൻ വേണ്ടി ഭയങ്കര പരിശ്രമം നടത്തുന്ന ആളാണ്. അത്രയും ആരാധനകളൊക്കെ ഉള്ള ആളാണ്. ചെറുപ്പത്തിൽ എപ്പോഴോ പെട്ടുപോയൊരു കെണിയാണ്. ഇപ്പോൾ അയാൾ ഏകദേശം അത് നിർത്തിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് അത് ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ ഗ്യാരണ്ടി തരാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ മോളെ നീ ഇസ്തിഖാറ നിസ്കരിച്ചോ, എൻ്റെ ഒരു ചോയ്സിനാണ്. ലഹരി വിഷയത്തിലൊന്നും നമുക്ക് വേറെ അഭിപ്രായം പറയാൻ പറ്റൂല. ലഹരി ഉപയോഗിച്ച ഒരാളെ എന്തായാലും മോളെ നീ പോകണം നമ്മളാരും പറയില്ല കേട്ടോ. അപ്പൊ അവൾക്ക് തോന്നി വേണ്ടാന്ന്, അവൾ വേണ്ടാന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാം കണ്ടിട്ടും അയാൾ പടച്ചോന്റെ അടുത്ത് ഒരു ഇസ്തിഖാറ നിർവഹിച്ചപ്പോൾ പടച്ചോൻ അയാൾക്കാണ് കാണിച്ചു കൊടുത്തു, എൻ്റെ മോളെ കെട്ടിക്കണ്ടാന്ന്. ഇതാണ് സംഭവം. ഈ ജീവിതത്തിൽ സൂക്ഷ്മതയും സ്ഥിരതയും ഒക്കെ ഉള്ള വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പല വഴികളും തുറന്നു കൊടുക്കുമെന്ന ഒരു ചുരുക്കമാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കൺമുന്നിലുള്ള ഒരു കാര്യം പറയുമ്പോൾ അത് കൂടുതൽ വ്യക്തത ഉണ്ടാവുമല്ലോ എന്നുള്ളതിൽക്കാണ് ഞാൻ എൻ്റെ അനുഭവം ഇവിടെ നിങ്ങളുമായി പങ്കുവച്ചത്.